Okay, good morning to all. Please mark your attendance. ഇതിനു മുമ്പ് മാർക്ക് ചെയ്തത് രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല. സോ പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ് നൗ. ഓക്കെ, എക്സസൈസ് 4.2 കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? എക്സസൈസ് 4.2 കംപ്ലീറ്റ് ചെയ്യാത്ത എത്ര പേരുണ്ട്? എത്ര കുട്ടികൾ ചെയ്തെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. കാരണം ചെയ്ത കുട്ടികൾക്ക് സംശയം വന്നു, അവരെന്നോട് ചോദിച്ചു, ഞാൻ അവരുടെ സംശയം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള മക്കൾക്കൊന്നും ഒരു സംശയം ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരും എക്സസൈസ് 4.2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? എവിടെ അല്ലേ? അടുത്ത ആഴ്ച ഓഫ്ലൈനിൽ സ്കൂളിലോട്ട് വരുമല്ലോ അല്ലേ? ആദ്യം മിസ് നോക്കുന്ന നോട്ടാണ് നിങ്ങളുടെ. ഇതുവരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്കൂളിലോട്ട് വന്നാൽ മതി. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കാരണം എത്ര കുട്ടികൾ ചെയ്യാൻ പരിശ്രമിച്ചു എന്നത് എനിക്കറിയാം. കാരണം അവർക്ക് ഡൗട്ട് വന്നു, അവരെന്നോട് ചോദിച്ചു, ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാത്ത കൂട്ടത്തിലാണ് എന്നാ ഞാൻ വിശ്വസിക്കണ്ടല്ലേ? എന്നാ ചെയ്യണ്ടേ? വെറുതെ ക്ലാസ്സിലിങ്ങ് കയറിയിരുന്നാൽ മതിയോ? ഓക്കെ, let us go. Next, write today's date and heading addition of time. What? Addition of time. മെയിൻ ഹെഡിങ് ആണ് അഡീഷൻ ഓഫ് ടൈം. ബിലോ ഇറ്റ് 1 minute ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആൻഡ് 1 hour ഈസ് ഈക്വൽ ടു 60 minutes എന്നും കൂടെ ബോക്സിനകത്ത് എഴുതുക. നിഹാര, ബുക്ക് എടുത്ത് വരുന്നേ ഉള്ളോ? സ്പീഡപ്പ്. അഡീഷൻ ഓഫ് ടൈം ഹെഡിങ്, അണ്ടർലൈൻ ഇറ്റ്. ദെൻ ബിലോ ഇറ്റ് യു ഹാവ് ടു റൈറ്റ് 1 minute ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആൻഡ് 1 hour ഈസ് ഈക്വൽ ടു 60 minutes ബോക്സിനകത്ത്. ഇത് മെയിൻ പോയിന്റ് ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്ന ഇതിനകത്ത്. ഓക്കെ, എന്തോന്ന്? പറഞ്ഞില്ലേ ഹെഡിങ് എഴുതിട്ട് ബോക്സിൽ എഴുതാൻ, അതൊന്നും കൂടി പറയോ? 1 minute ഈസ് ഈക്വൽ ടു 60 seconds. 1 hour ഈസ് ഈക്വൽ ടു 60 minutes. Then you have to write the first question in exercise 4.3. Next page, exercise 4.3, write first question. That is, add the following in number 1. 3 hours 45 minutes and 6 hours 35 minutes. After writing question, you can put your pen down and listen to me. Okay? ചോദ്യം ഒന്നും കൂടി പറയോ? എക്സസൈസ് 4.3 ഫസ്റ്റ് 1, ആഡ് ദ ഫോളോയിങ്ങിലെ ഫസ്റ്റ് 1. മിസ് ടെക്സ്റ്റൈൽ നോട്ടില്ല, ഞാൻ വേറെ വീട്ടിലില്ല. മോൾ എന്തേലും ചെയ്യ, മിസ് എന്ത് പറയാനാ? So, after writing question, keep your pen down and listen to me. Okay, listen here. We have to add 3 hours 45 minutes plus 6 hours 35 minutes. Clear? Then write like this. Okay,
First you have to write hours, then minutes, then seconds. Okay, don't write anything, Rilu. Listen here. Okay, so then write here we 3 hours alle, enter 3 hours. How many minutes are there? 45 minutes. Then there is no seconds, so leave it. Then 3 hours plus 45 minutes plus 6 hours. 6 hours 35 minutes. We want to add this. Okay, normally do the addition. Okay, do this addition. Enter. Okay, then here 5 plus 5 10. Shahmavi, what are you doing there? What I told you, don't write anything, only listen here. It is not so simple as you think. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, സോ 45 പ്ലസ് 35 എത്രയാണ്? 5 പ്ലസ് 5 0, റിമൈൻഡർ 1, then 1 plus 4 5 and 80 അല്ലേ? So here we will get answer 80, and here 6 plus 3 9 അല്ലേ? 6 plus 3 9, but we know that there is no a time like 980. ഇങ്ങനെ ഒരു സമയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 980 എന്ന് സമയം കേട്ടിട്ടില്ല അല്ലേ? സോ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾക്ക്? ഇങ്ങനൊരു സമയം നമ്മൾക്കറിയില്ല. അപ്പം നമുക്കറിയുന്ന ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ആൻസർ ഈസ് റോങ്. 980 എന്നൊരു സമയമില്ല, ദാറ്റ് ഈസ് റോങ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഹിയർ ദിസ് ഈസ് 80. വി നോ ദാറ്റ് 60 minutes make 1 hour അല്ലേ? 60 minutes make 1 hour. So we want to subtract 60 from this. That is equal to 20. Clear? So we can write here 20. Okay? 60 minus 8. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് മനസ്സിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് അത് നമ്മൾ ഈ സ്റ്റെപ്പ് വൈസ് ഫോളോ ചെയ്യാണ്. നോർമൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യില്ല, അല്ലെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ മെത്തേഡിൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് 20. ദെൻ ലുക്ക് ഹിയർ ഈസ് 160. ഹിയർ ഈസ് 160 അല്ലേ? So we can write 60 minutes make 1 hour. 60 minutes make 1 hour അല്ലേ? നമുക്കറിയാം 60 minutes എന്ന് പറഞ്ഞാൽ അത് 1 hour ആണ്. സോ ഈ 1നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ആഡ് 1. ഓക്കെ, ആഡ് 1 ഹിയർ. ഓക്കെ, സോ വി നോ മൊത്തത്തിൽ ഇങ്ങ് പോരുവാണല്ലേ? ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 1010. So our time is 10 hour 20 minutes. Okay, our answer is 1 hour 20 minutes. കിട്ടിയോ എങ്ങനെയാണെന്ന്? ഓക്കെ, നോർമലി നിങ്ങൾ ആദ്യം അവറും മിനിറ്റും സെക്കൻഡും എന്ന് എഴുതുക. അതിലേക്ക് തന്നിരിക്കുന്ന ഇത് ക്വസ്റ്റ്യനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് അവറിൻ്റെ താഴെ അവേഴ്സ് എഴുതുക, മിനിറ്റിന് താഴെ മിനിറ്റ്സ് എഴുതുക. എന്നിട്ട് നോർമൽ അഡീഷൻ ചെയ്യുക.
അഡീഷൻ ചെയ്തിട്ട് ഈ ഫസ്റ്റ് മിനിറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ ഭാഗത്തു നിന്ന് 60 സബ്സ്ട്രാക്റ്റ് ചെയ്യുക. സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഉത്തരം മിനിറ്റിന് താഴെ എഴുതുക. ആ 60 നമ്മൾക്ക് 1 എന്ന് കൊടുക്കാം. ആ 1നെ നമ്മൾ അവറിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. മനസ്സിലായോ? അവറിലേക്ക് ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിന് അവർ കൊടുക്കുന്നു. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 10 hours and 20 minutes വരുന്നത്. സോ റൈറ്റ് ഇറ്റ് യുവർ നോട്ട്ബുക്ക്. ഇത് താഴോട്ട് എഴുതണ്ട, ഇത് ഇവിടെ എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ യു ക്യാൻ റൈറ്റ്. Write question first, then write ഈ 80 - 60 എന്നുള്ളത് ഇവിടെയാണ് 9ൻ്റെ ഇവിടെ ആയിട്ടാണ് വരേണ്ടത് കേട്ടോ. ഇവിടെ ആയിട്ടാണ് വരുന്നത്. 80 - 60 = 20. 60യുടെ മുകളിൽ 1 എന്ന് മാർക്ക് കൊടുക്കുക, കാരണം 60 minutes makes 1 hour. ആൻസർ ഈസ് ഷാൻ ബുക്കൊക്കെ എടുത്ത് വരുന്നേ ഉള്ളൂ. Rilu, listen here. Finish writing? Yeah, good. Then one second. Next question, listen here. 12 you have to write. You can write now. Next question, question number 2. Exercise 4.3. Next question 2. 12 minutes 50 seconds and 20 minutes 45 seconds. You have to write this question. 12 minutes 50 seconds and 20 minutes 45 seconds. Yes, after writing that question, you can keep your pen down. വാട്ട് ഇസ് ദാറ്റ് നോയിസ്? ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ സമയം പോകും. 12 minutes 50 seconds ആൻഡ് ദെൻ 20 minutes 45 seconds അല്ലേ? 45 seconds. എന്താടോ അവിടെ ഈ ശബ്ദമൊക്കെ കേൾക്കുന്നത്? മ്യൂട്ട് ചെയ്യണോ മിസ്സ്? മ്യൂട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി അൺമ്യൂട്ട് ചെയ്യൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. സോ നോർമൽ അഡീഷൻ അല്ലേ? 50 + 45 എത്രയാണ്? 50 + 45 എത്രയാണ്? എത്രയാടോ? 5. 0 + 5 5 വരും. 5 + 4 9 വരും അല്ലേ? സോ ആൻസർ ഈസ് 9 5, isn't it? Answer is 9 5, and here 0 + 2 2 ആണ്, 2 + 1 3 ആണ് അല്ലേ? സോ ആൻസർ ഈസ് 32.
95. So we know that there is no time like 32 minutes 95 seconds. Then what is the step? We want to subtract 60 from this. We know 60 second make 1 minute. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആകും. അതുകൊണ്ടാണ് നമ്മൾ ഈ 60 എടുക്കുന്നത്. അതുകൊണ്ടാണ് മിസ് ആദ്യമേ പറഞ്ഞത് ബോക്സിൽ എഴുതാൻ വേണ്ടി. എവിടെ നിന്ന് ഈ 60 വന്നു എന്നൊരു കൺഫ്യൂഷൻ വേണ്ട ഉണ്ടല്ലോ. 60 സെക്കൻഡ്സ് മേക്ക് 1 മിനിറ്റ്. സോ ദെൻ നെക്സ്റ്റ് 95 മൈനസ് 60 എത്രയാവും മക്കളെ? 95 മൈനസ് 60 എത്രയാ ജൂലിയറ്റ്? 95 മൈനസ് 60 എത്രയാ? 32 ആണോ മോളെ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. 35. Yeah, good. 35 അല്ലേ? ഓക്കെ, ഗുഡ്. ദെൻ ഹിയർ ഈസ് 60 അല്ലേ? ഹിയർ ഈസ് 60, സോ വി ക്യാൻ റൈറ്റ് 1 there. Okay, so here we want to add that one here. Okay, മുകളിൽ എഴുതി ആ 1ൻ്റെ 1 ഇവിടെ എഴുതണം. ദാറ്റ് ഈസ്, ഇനി എൻ്റർ അടിക്കുമ്പോൾ താഴോട്ട് പോയി പോകും കേട്ടോ. ദാറ്റ് ഈസ് 33 അല്ലേ? 33 മിനിറ്റ് ആൻഡ് 35 സെക്കൻഡ്സ് ആണ് ആൻസർ. എന്താണ് നമ്മുടെ റൈറ്റ് ആൻസർ? എന്താണ് our answer is 33 minutes and 35 seconds. Okay, this is our answer. So write in your notebook. ഇത് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾ എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് മിസ് ഇത് ക്യാൻസൽ ചെയ്യാത്തത്. ഈ 95 എന്നുള്ളത് ഇവിടെയാണ് വരുന്നത് കേട്ടോ. മിസ്സേ, യെസ്, എനിക്ക് കറണ്ട് പോയോണ്ടൊന്നും കേട്ടില്ല. ഞാൻ പറയോ? നമുക്ക് 12 മിനിറ്റ് 50 സെക്കൻഡിനോട് 20 മിനിറ്റ് 45 സെക്കൻഡ് ആഡ് ചെയ്യേണ്ടത്. സോ നമ്മളതിനെ അവേഴ്സും മിനിറ്റും സെക്കൻഡും എന്ന് എഴുതി ഓർഡർ ചെയ്തു. 50യെ 45നോട് ആഡ് ചെയ്തപ്പോൾ 95 കിട്ടി. 12നെ 20യോട് ആഡ് ചെയ്തപ്പോൾ 32 കിട്ടി. ഓക്കെ, നമുക്ക് 32 മിനിറ്റ് ആൻഡ് 95 സെക്കൻഡ്സ് എന്നൊരു സമയമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? വി നോ 60 സെക്കൻഡ് മേക്ക് 1 മിനിറ്റ്. സോ നമ്മൾ 95ന് 60 സബ്സ്ട്രാക്ട് ചെയ്തു. ആൻസർ 35 കിട്ടി. പക്ഷേ ആ 60 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ ആ 60 എന്നത് നമ്മൾ 1 എടുക്കണം. ആ 1നെ നമ്മുടെ മിനിറ്റിനോട് ആഡ് ചെയ്യണം. അതായത് 32നോട് 1 ആഡ് ചെയ്യണം. 32നോട് 1 ആഡ് ചെയ്യുമ്പോൾ 33 കിട്ടും. സോ അവർ ആൻസർ ഈസ് 33 മിനിറ്റ് ആൻഡ് 35 സെക്കൻഡ്സ്. നോർമൽ അഡീഷനാണ്. പക്ഷെ പിന്നീട് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോഴാണ് ആ 60 സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഇപ്പുറത്തോട് 1 ആഡ് ചെയ്യുന്ന പ്രോസസ്സ് വരുന്നത്. മിസ്, എനിക്ക് ഇത്രയും നേരം കറണ്ട് പോയിട്ടുണ്ടായിന്. ഇപ്പൊ കറണ്ട് വന്നത്. ഓക്കെ, മോളിൽ ലിങ്കിൽ കയറി കണ്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്തോ. അടുത്തത് 3, തേർഡ് ക്വസ്റ്റ്യൻ. യു ഹാൻ റൈറ്റ് ദ തേർഡ് ക്വസ്റ്റ്യൻ. 7 hours 37 minutes 45 സെക്കൻഡും ആഡ് 3 hours 45 minutes 30 seconds. അത് ചെയ്തേ. You have to write, you can write the question now. 7 hours 37 minutes 45 seconds. തേർഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോളാം.
So, after writing that question, please listen here. Okay, 40 plus 45 plus 30, ആൻസർ എത്രയാ? 5 ആയി. 4 plus 3 75 അല്ലേ? 75. Then here it is 37 plus 45. ആൻസർ എത്രയാണ്? 37 plus 45 എത്രയാണ്? 7 plus 5 12, റിമൈൻഡർ 1, 1 plus 3 4, 4 plus 4 8. That means 82 അല്ലേ? 82. Then 7 plus 3 10 അല്ലേ? 10. അപ്പോൾ ആൻസർ ഈസ് 10, 82 and 75. So we know that there is no time like this, 10 hours 30 82 minutes and 75. So we want to subtract. How can we subtract? We can subtract 75 minus 60. 75 minus 60 എത്രയാണ്? എത്രയാടോ? 15 അല്ലേ? So 15, but there is 1 here, so we want to add that 1 to this 82. So next is 82 plus this one 60യുടെ 1 അതിനോട് കൂട്ടി. So answer is 83. ആ 2 ഈക്വൽ ടു 1 അല്ലേ അവിടെ? ഓക്കെ, 83. ദെൻ എൻ്റർ. ഇനി 83 എന്നൊരു സമയം ഇല്ല അല്ലേ? 83 എന്നൊരു മിനിറ്റ് ഇല്ല. അവിടെ 60 മിനിറ്റ് വരെ വരാൻ പറ്റുള്ളൂ. ഓക്കെ, 60 മിനിറ്റേ വരാൻ പറ്റുള്ളൂ. സോ നമ്മൾ 83യിൽ നിന്നും എന്ത് ചെയ്തു? 60 സബ്സ്ട്രാക്ട് ചെയ്തു. -60 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 23 ആണല്ലേ? Okay, 60. So 83, the answer is 23. അപ്പോൾ 15 23 ആയി. ഇനി എന്ത് ചെയ്യണം? ഇവിടെയും ഒരു 60 ഉണ്ടായിരുന്നല്ലോ. സോ ആ 60യെ നമ്മൾ എന്തിനോട് ആഡ് ചെയ്യണം? 10നോട് ആഡ് ചെയ്യണം അല്ലേ? +10 plus that one. So answer is that is equal to 11. So our answer is our answer is 11 hours 23 minutes and 15 seconds. Then you have to do only one problem is remaining there, fourth one. Then you have to do that. Just like subtraction ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, സബ്സ്ട്രാക്ഷൻ്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് 7 മിനിറ്റാണ് ബാക്കിയുള്ളത്, ചെയ്യാം. ഓക്കെ, സബ്സ്ട്രാക്ഷൻ കാര്യത്തിൽ എന്ത് ചെയ്യണം? ഇവിടെ ബി നോക്കാം. 12 minutes 45 seconds ഫ്രം 20 minutes 5 minutes. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം? അതിനെ അങ്ങനെ മക്കളെ അത് എഴുതുന്നത് സബ്സ്ട്രാക്ഷൻ ആകുമ്പോൾ ഫ്രമിന് ശേഷം വരുന്ന കാര്യമാണ് ആദ്യം എഴുതുന്നത് അല്ലേ?
തിരക്കാക്കണ്ട, ലിങ്കിൽ കയറിയിട്ട് ക്ലാസ് കണ്ടിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. യൂട്യൂബ് ലിങ്കിൽ കയറിയിട്ട് നോട്ട് കണ്ടിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ തിരക്കാക്കി എഴുതണ്ട. ദാറ്റ് ഈസ് 20 minutes 5 seconds. 5 seconds subtract this one 12 minutes 45 seconds. 45 seconds. Okay, that is equal to, how can we do this? Same process തന്നെയാണ്. Okay, how can we do this? First we want to write എന്താണ് H M S അല്ലേ, അവർ, മിനിറ്റ്, സെക്കൻഡ്. ദെൻ നമ്മൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യണം, അതിൻ്റെ കൊടുക്കുക. ഇവിടെ നമുക്ക് അവേഴ്സ് ഇല്ല, ആരേ ഉള്ളൂ, മിനിറ്റ്സേ ഉള്ളൂ അല്ലേ. സോ ഇവിടെ 20 പിന്നെ 12 അല്ലേ. സെക്കൻഡ് എത്രയാണ്, 12 മൈനസ് എത്രയാണ്, 12 minutes 45 seconds. We know we cannot subtract 45 from 12. സോ നോർമൽ കേസിൽ സബ്സ്ട്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ബോറോ ചെയ്യും അല്ലേ. ഇത് നമുക്ക് ബോറോ ചെയ്യാം. ഈ 20ൽ നിന്നും നമുക്കൊന്ന് ബോറോ ചെയ്യാം. പക്ഷേ ആ ഒന്ന് ഇവിടെ നിന്നേക്ക് ഒരു മാജിക്ക് സംഭവിക്കും. എന്താ മാജിക് എന്നറിയാവോ സെൽന? മാജിക് എന്താണെന്നറിയണോ? ഈ ഒന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായി മാറുമെന്നറിയാമോ? അവിടെ എത്തുമ്പോഴത്തേക്ക് 60 ആയി മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 60 പ്ലസ് 12 കൂട്ടണം. അതായത് എത്രയായി, 60 + 12 72 ആവും അല്ലേ. 72ൽ നിന്നുമാണ് 45 മൈനസ് ചെയ്യേണ്ടത്. 72ൽ നിന്നുമാണ് എന്തും സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. 12 ആണോ മക്കളെ അവിടെ വന്ന് അല്ലേ. അപ്പോൾ എത്രയായി, 72 ന്ന് 45 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയായി? ഇവിടെ ക്വസ്റ്റിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 12 minutes 45 ഇവിടെ. ഓക്കെ മിസ്, എവിടെയോ ഇതിൽ മിസ്റ്റേക്ക് വന്നല്ലോ. ഇതല്ല, ഇതായിരുന്നല്ല ഇവിടെ എഴുതണ്ട അല്ലേ. സോ അത് അൺഡു ചെയ്യാമേ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ക്വസ്റ്റിന് അതല്ലായിരുന്നു, 5 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, മറ്റേ രീതിയിൽ ചെയ്യാം, എന്നാലും വേണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റിൻ ഏതാണെന്ന് ഒരു ക്വസ്റ്റിൻ എഴുതിയിട്ട് നമ്മൾ ആ ചെയ്ത പ്രോസസ്സിൽ എഴുതിയപ്പോൾ നമ്പേഴ്സ് മാറിപ്പോയല്ലോ, അപ്പോൾ സംശയം വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇനി 3 മിനിറ്റ് നമുക്ക് ബാക്കിയുള്ളൂ. ഓക്കെ, സബ്സ്ട്രാക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ക്ലിയർ? ഓക്കെ, നിങ്ങൾക്കിനി എക്സസൈസ് 4.3-ലെ 4th one മാത്രം ചെയ്താൽ മാത്രമേ, ബാക്കി മിസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, ലിങ്കിൽ കയറിയിട്ട് അതിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് 4th one ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലൊക്കെ ഇരിക്കാവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇല്ല നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ, ബൈ, സി യു. Okay. Thank you, Miss. Okay. Bye, Miss. Thank you. Bye, Miss. Thank you, Miss. Zoom കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടട്ടോ. അല്ല മക്കളെ, ഒരു സംശയം, നമുക്കൊരു ഇതുണ്ട്, റെക്കോർഡിംഗ് ഓഫ് ചെയ്യാം.